നമ്മൾ നിൽക്കുന്നത് വീരാണിമംഗലം ക്ഷേത്രത്തിലാണ്. ശൈവ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ് വീരാണിമംഗലം. ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാതനമായ ഈ ഹൈന്ദവ ക്ഷേത്രത്തിന് ഏകദേശം 1000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത്. എന്നിരുന്നാലും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നരസിംഹമൂർത്തി തന്നെയാണ്. ശൈവ വൈഷ്ണവ സങ്കേതമായ ഈ പുണ്യഭൂമിയിൽ ഉപദേവതമാരായി മഹാവിഷ്ണു, ഗണപതി, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ എന്നിവരുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കാനായിട്ടാകണം ഈ ക്ഷേത്രത്തിനു മുന്നിലായി വലിയൊരു കുളവും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കേരള ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണ് വീരാണിമംഗലം. അമ്പിളിക്കാട് ശിവാലയ സ്തോത്രത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും കാണുന്നുണ്ട്. മറ്റു ശിവക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ നന്ദിയുടെ പ്രതിഷ്ഠ ഇല്ല എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ മഹാശിവരാത്രിയും നരസിംഹ ജയന്തിയുമാണ്. ശിവന് പ്രധാന വഴിപാട് ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയാണ്. നരസിംഹമൂർത്തിക്കുള്ള പ്രധാന വഴിപാട് പാനകം, തുളസിമാല, പുരുഷസൂക്ത പുഷ്പാഞ്ജലി എന്നിവയാണ്. ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് എങ്കക്കാട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു പുണ്യമായി കരുതുന്നു. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം ഓരോ മനുഷ്യനും ക്ഷേത്രത്തിന്റെ ആത്മീയമായ ഉണർവ് നൽകുന്നു. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പുണ്യ സങ്കേതമാണ് ഈ ക്ഷേത്രം. എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെയും പരമശിവന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമിഹം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം.